സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും ഈ പകൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ലൈംഗികാരോപണ പരാതിയിൽ നടനും MLA-യുമായ M. മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് മുകേഷിനെ. ഇതോടൊപ്പം സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് കൂടി ചേരുന്നു. വിനോദ്, നമുക്കറിയാം ഈ കേസ്, ഈ നടന്മാർക്കെതിരായ കേസ് ഇപ്പോൾ പരാതി വന്നത് തന്നെ ഒരു മാസമായി. കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ്. ഏകദേശം 26 ദിവസത്തോളം പിന്നിടുന്നു മുകേഷിനും സിദ്ദിഖിനും ഒക്കെ എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട്. ഇത്രയധികം സാവകാശം കൊടുക്കേണ്ടിയിരുന്നു അന്വേഷണ സംഘം. കാരണം സാധാരണ ഒരു ബലാത്സംഗ കുറ്റം ജാമ്യമില്ലാത്ത വകുപ്പാണ്. ചില കേസുകളിൽ, അതായത് 2013 മുമ്പുള്ള കേസ്, അന്നത്തെ ക്രിമിനൽ ആക്ട് പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ് ബലാത്സംഗം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ തൊഴിലിടത്ത് ഇത്രയധികം ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പരാതിയുമായി രംഗത്തെത്തുന്ന നടിമാരെ നമ്മൾ കണ്ടു, അതിജീവിതമാരെ നമ്മൾ കണ്ടു. ഇവിടെയൊക്കെ പക്ഷേ ഉണ്ടായ സാഹചര്യം, ഇവർക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോകാനുള്ള സാഹചര്യം പോലും അന്വേഷണ സംഘം ഒരുക്കുന്നു. അതിനിടെ ഇത്രയും ഗുരുതര സ്വഭാവമുള്ള കേസാണ്. പ്രതികൾക്ക് സാക്ഷികളെ സ്വാധീനിക്കാം, പരാതിക്കാരെ സ്വാധീനിക്കാം, പല രീതിയിൽ അട്ടിമറികൾ നടത്താനുള്ള സാഹചര്യമുണ്ട്. കാരണം അത്രയും അധികം ഉന്നതരായ സ്വാധീനമുള്ള വ്യക്തികളാണ്. ഈ അന്വേഷണ സംഘത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്ന ഏറ്റവും വലിയ ആക്ഷേപം ഇതല്ലേ? കാരണം ഈ വലിയ വീഴ്ച അവരുടെ ഭാഗത്തുണ്ടായി. ഈ പ്രതികൾക്ക് ഒരു മുൻകൂർ ജാമ്യത്തിന് ഉൾപ്പെടെയുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയധികം സാവകാശം നൽകിയത് ഈ കേസിൽ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്താൻ. വിനോദ്, ടോം, പല കേസുകളിലും അങ്ങനെ തിരക്കിട്ടുള്ള അറസ്റ്റുകൾ അത് പിന്നീട് സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട്. അത് PC ജോർജിൻ്റെ അറസ്റ്റാകട്ടെ, അല്ലെങ്കിൽ ശബരിനാഥൻ്റെ അറസ്റ്റാകട്ടെ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ സമീപകാലത്ത് രാഷ്ട്രീയമായി നടന്ന ചില അറസ്റ്റുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് ജാമ്യം കിട്ടുകയും പുറത്തിറങ്ങുകയും സർക്കാരിൻ്റെ തിടുക്കത്തിലുള്ള നടപടികളെന്ന വിമർശനമേൽക്കേണ്ടിയും ഒക്കെയും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികൾ, അത് പോലീസിന് അങ്ങനെ തന്നെ പറയാം. കാരണം സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ച കാര്യം, അവിടുത്തെ രജിസ്റ്റർ പരിശോധിച്ചത്, മറ്റ് സാക്ഷിമൊഴികൾ, ഇതെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു നിലയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലീസിന് കഴിയും, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഒരുപക്ഷെ ഇനി അറസ്റ്റിന് ശേഷം പോലും സിദ്ദിഖിന് ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും റിമാൻഡിൽ പോകേണ്ടി വരും. അങ്ങനെയെങ്കിൽ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഇങ്ങനെ ലൈംഗിക കുറ്റകൃത്യത്തിന് റിമാൻഡിലാകുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സാഹചര്യം ത്തിലൂടെ പോകാനായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം തിടുക്കപ്പെട്ടുള്ള അറസ്റ്റോ അല്ലെങ്കിൽ വേഗത്തിലുള്ള നടപടികളോ പിന്നീട് തിരിച്ചടിയാൽ അത് സർക്കാരിന് ക്ഷീണമാകും. ഏതായിരുന്നാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ഇത് നേരത്തെ 2016 ഉയർന്നു വന്നൊരു പരാതിയാണ്. ആ പരാതി പലപ്പോഴായി യുവതി പിന്നീട് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് കൃത്യമായ തെളിവുകൾ, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ സിനിമാ ചർച്ചയ്ക്ക് എന്ന നിലയ്ക്ക് മസ്കറ്റ് ഹോട്ടലിലെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു, അവിടെ വെച്ച് മുറിയിൽ മർദ്ദിക്കുന്നു, അതിനുശേഷം ലൈംഗിക അതിക്രമം നടത്തുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞതാണ്. ആ മൊഴികൾ യുവതി പറഞ്ഞത് ആദ്യം പറയുമ്പോഴും ഇപ്പോൾ പറയുമ്പോഴും കൃത്യമായി അവർ ആ കാര്യങ്ങളെല്ലാം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളാണ് പരിശോധിച്ചത്. അന്ന് അവിടെ പെൺകുട്ടി എത്തിയിരുന്നു എന്ന കാര്യം പരിശോധിച്ചു, എത്തിയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി, മറ്റ് മൊഴികൾ രേഖപ്പെടുത്തി, ഹോട്ടലിലെ രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു. ഇപ്പോൾ DIG അജിത ബീഗം തിരുവനന്തപുരത്തുണ്ട്, IG ഉണ്ട് സ്പർജൻ കുമാർ. ഇവർ രണ്ടുപേരും ആ ടീമിലുള്ള ആളുകളാണ്. മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം കൊച്ചിയിൽ എത്തണമെന്ന് തന്നെയില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലുള്ളൊരു കേസാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും. പൂങ്കുഴലി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൊച്ചിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടീമിലുള്ള അംഗങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സിദ്ദിഖിൻ്റെ അറസ്റ്റിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഇല്ല. എന്നാൽ ഇത് കഴിഞ്ഞാൽ സംഭവസ്ഥലം തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് സിദ്ദിഖിനെ കൊണ്ടുവരാനുള്ള സാധ്യത. മലയാള സിനിമ രംഗത്തെ സംബന്ധിച്ച് മുൻകൂർ ജാമ്യം ലഭിച്ച മുകേഷിൻ്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുന്നു. സിദ്ദിഖ് അറസ്റ്റിൻ്റെ വക്കിൽ നിൽക്കുന്നു. അങ്ങനെ വളരെ ഒരു സിനിമ മേഖലയെ സംബന്ധിച്ച് ഒരു ക്ഷീണമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അപമാനമുണ്ടാക്കുന്ന ഒരു ദിവസം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും പരാതികളുമാണ്.
റിപ്പോർട്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് മുന്നിലുണ്ട്. അതിൽ പോക്സോ കേസുകൾ എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഉണ്ട് എന്ന പരാമർശമാണ്. ആ റിപ്പോർട്ട് തന്നെ അപ്പാടെ കോടതി നിർദ്ദേശപ്രകാരം ഈ ടീമിന് കൈമാറിയിട്ടുണ്ട്. നേരത്തെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെങ്കിൽ ഇപ്പോൾ ആ അന്വേഷണ സംഘത്തിൻ്റെ സ്വഭാവം തന്നെ മാറുന്നു, അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നു. കാരണം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി പ്രവർത്തിക്കേണ്ടത്, കൂടുതൽ കേസുകൾ എടുക്കേണ്ടത്. ഒരുപക്ഷെ പരാതിക്കാരില്ലെങ്കിൽ പോലും ഈ സംഭവങ്ങളുടെ പരാമർശങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും, അതേക്കുറിച്ച് സ്വമേധയാ അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും അന്വേഷണ സംഘത്തിൻ്റെ പക്കലേക്ക് എത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യം കൂടി വെച്ച് വേണം നമ്മൾ ഈ ഒരു ഘട്ടത്തെ വിലയിരുത്താൻ. മാത്രമല്ല, ദിലീപിൻ്റെ അറസ്റ്റുമായി പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്ത് വായിക്കുന്നു. നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളല്ല ദിലീപ് ഒരുപക്ഷെ ഈ കുറ്റാരോപിതനാകുന്നത് തന്നെ ഈ പ്രേരണ കുറ്റം അല്ലെങ്കിൽ ആളെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിച്ചു എന്നുള്ള ആരോപണമാണ് നേരിട്ടത്. സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ലൈംഗിക അതിക്രമം നടത്തി മർദ്ദിച്ചു, മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നതടക്കമുള്ള കുറ്റകൃത്യത്തിൽ പ്രതിസ്ഥാനത്ത് തന്നെ ഒന്നാം പ്രതി എന്ന നിലയ്ക്ക് തന്നെ വരുന്നു. അതുകൊണ്ട് തന്നെ ഇനി സിദ്ദിഖ് നേരിടാൻ പോകുന്ന നിയമയുദ്ധം അതാണ് വിനോദ് എൻ്റെ ഒരു സംശയം. കാരണം ഈ ദിലീപിന്റെ കേസെടുത്ത് നോക്കിയാൽ ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളി മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് ദിലീപിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് കൃത്യമായി കണ്ടെത്തിയിരുന്നു. അത്തരമൊരു നീക്കമുണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ സിദ്ദിഖിന്റെ കാര്യത്തിൽ അതുപോലുള്ളൊരു നീക്കം ഉണ്ടാകാതിരുന്നത്? പ്രത്യേകിച്ച് ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അത് മുൻകൂർ അപേക്ഷ തള്ളാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് പോലും അറിയാം. പക്ഷേ അത്തരമൊരു ഈ സിദ്ദിഖിന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നു, അതല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള പല ആരോപണങ്ങളും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഉയരുന്നുണ്ടല്ലോ. ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടെങ്കിൽ പോലും അറസ്റ്റിന് മറ്റ് തടസ്സമില്ല. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ ഉണ്ട് എന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അറസ്റ്റ് പാടില്ല എന്ന ഒരു നിയമവുമില്ല. പക്ഷേ സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പലപ്പോഴും അറസ്റ്റുകൾ വൈകും. അതിൽ തീർപ്പായ ശേഷമായിരിക്കും അറസ്റ്റിലേക്ക് പോകുന്നത്. ഏതായിരുന്നാലും ഇന്നാണിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ തിടുക്കത്തിലുള്ള നടപടികളിലേക്ക് പോയാൽ അത് പിന്നീട് ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ സർക്കാരിന് തിരിച്ചടിയാകും. സ്വാഭാവികമായും വേഗത്തിലുള്ള നടപടികൾ എടുത്തതുകൊണ്ടാണ്, കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ പോയതുകൊണ്ടാണ്, തെളിവുകളില്ലാത്തതുകൊണ്ടാണ്, തിടുക്കം കാണിച്ചതുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായതെന്ന പേരുദോഷം സർക്കാരിന് ഏൽക്കേണ്ടി വരും. ഇവിടെ ആ പ്രശ്നമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. അതിന്നാണ് തള്ളിയത്. ഈ ലുക്കൌട്ട് സർക്കുലർ അത് നേരത്തെ തന്നെ പുറത്തിറക്കിയിരുന്നു. വിമാനത്താവളത്തിലടക്കം ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നതാണ്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിലല്ല, നേരത്തെ തന്നെ ഈ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കിയിരുന്നു. പ്രതി രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് സാധാരണ നിലയിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അത് ഈ കേസിലും സ്വീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും സിദ്ദിഖിൻ്റെ അറസ്റ്റ് അത് വൈകില്ല. ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ഇനി മുൻകൂർ ജാമ്യാപേക്ഷ ആ നിലയ്ക്കുള്ള നിയമ നടപടിയുമായി പോയാൽ പോലും അങ്ങനെ ഒരു അപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഉള്ള സമയമാണെങ്കിൽ പോലും അറസ്റ്റിന് നിയമ തടസ്സമില്ല. അതുകൊണ്ട് തന്നെ സിദ്ദിഖിൻ്റെ അറസ്റ്റിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ടോം, സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് ഇടപ്പള്ളിയിലെ ഹോട്ടലിന്, പഞ്ചനക്ഷത്ര ഹോട്ടലിന് മുന്നിൽ നിന്ന്. നവമി, സിദ്ദിഖ് അവിടെ ഉണ്ട് എന്ന് ചില സൂചനകൾ വരുന്നുണ്ട്. ഈ അന്വേഷണ സംഘം അവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരം? ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരിക്ക് സമീപത്തുള്ള ഒരു ഹോട്ടലാണ്, ഒരു സ്വകാര്യ ഹോട്ടലാണ്. ഇവിടെ സിദ്ദിഖ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരത്തെ തുടർന്നാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷെ സിദ്ദിഖ് ഇവിടെ ഉണ്ടോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. മറ്റൊരു ഹോട്ടലിലുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും സിദ്ദിഖിനെ അന്വേഷിച്ച് അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് എത്തുന്ന വഴിയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇനി സിദ്ദിഖ് നെടുമ്പാശ്ശേരി ഭാഗത്തേക്ക് സിദ്ദിഖ് വന്നത് അത് ചിലപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംശയം കൂടിയാണ് ഉയരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വിമാനത്താവളങ്ങളിലടക്കം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണോ
ഇനി വിദേശത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് കടക്കാനാകാതെ അതിന് പകരം ഇവിടെ ഹോട്ടലിൽ തങ്ങുകയാണോ എന്നുള്ളൊരു സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നെടുമ്പാശ്ശേരി ഭാഗത്തുള്ളൊരു സ്വകാര്യ ഹോട്ടലിലാണ് സിദ്ദിഖുള്ളത് എന്നുള്ളൊരു വിവരം ലഭ്യമായിട്ടുണ്ട്. അന്വേഷണ സംഘവും ഇത് ഏത് ഹോട്ടലാണെന്നതോ മറ്റു കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും ഒക്കെ കാക്കനാട്ടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സിദ്ദിഖ്. ഈ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപാണ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത്. പക്ഷെ അതിനുശേഷം സിദ്ദിഖ് എവിടെയാണെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഒരു വിധി വരുന്നു. സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കടക്കുന്നു എന്നടക്കമുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സിദ്ദിഖിനെ എവിടെയാണെന്നതിൽ വ്യക്തതയില്ല. സിദ്ദിഖിനെ എന്തായാലും കാണാനില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഏത് ഹോട്ടലിലാണ്, സ്വകാര്യ ഹോട്ടലിലാണ്, നെടുമ്പാശ്ശേരി ഭാഗത്തുണ്ട് എന്നുള്ളൊരു വിവരമല്ലാതെ അത് ഏത് ഹോട്ടലാണെന്ന് അറിയില്ല. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ്. ഇവിടെ ഉണ്ടെന്നുള്ളൊരു വിവരത്തെ തുടർന്നാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ അന്വേഷണ സംഘമോ അല്ലെങ്കിൽ പോലീസോ ആരും തന്നെ എത്തിയിട്ടില്ല. ഈ ഹോട്ടൽ ജീവനക്കാർക്കും സിദ്ദിഖ് ഇവിടെ ഇല്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉടൻ തന്നെ സിദ്ദിഖ് എവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ഏത് ഹോട്ടലിലാകും, അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് തന്നെയാണോ വരിക എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ളൊരു വിവരം നമുക്ക് ലഭ്യമാകും. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. സ്വാഭാവികമായും അറസ്റ്റ് എന്നുള്ളൊരു ഭയത്തിൽ തന്നെയായിരിക്കും സിദ്ദിഖ് ഉള്ളത്. അതോ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നുണ്ടോ, അന്വേഷണ സംഘത്തോട് മാത്രം എവിടെയാണെന്നുള്ള വിവരം കൈമാറിയിട്ടുണ്ടോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. അതോ കൊച്ചിയിലെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥയായ പൂങ്കള്ളിയുടെ നേതൃത്വത്തിലായിരിക്കുമോ അറസ്റ്റ് എന്നതും നമുക്ക് വ്യക്തമായിട്ടില്ല. എന്തായാലും അന്വേഷണ സംഘമോ അല്ലെങ്കിൽ സിദ്ദിഖോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളോ അല്ലെങ്കിൽ അഭിഭാഷകരുമായി ബന്ധപ്പെടുമ്പോഴൊന്നും നമുക്ക് കൃത്യമായി വിവരം ലഭിക്കുന്നില്ല. മറ്റൊന്ന്, അന്വേഷണ സംഘം ആലുവ റൂറൽ പരിധിയിലെ പോലീസുകാരോട് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. സിദ്ദിഖ് ഏത് പരിധിയിലാണെന്നതിൽ ചില കാര്യങ്ങൾ തേടിയിട്ടുണ്ട്, ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആലുവ പരിധിയിൽ നെടുമ്പാശ്ശേരി ഭാഗത്ത് തന്നെ ആയിരിക്കും സിദ്ദിഖ്. അത് ഏത് ഹോട്ടലാണെന്നതിന് മാത്രം കണ്ടുപിടിച്ചാൽ മതിയാകും. എന്തായാലും സിദ്ദിഖ് നെടുമ്പാശ്ശേരിയിൽ തന്നെയുണ്ട്. കൊച്ചി വിട്ട് എറണാകുളം വിട്ട് പോയിട്ടില്ല. പോകാനുള്ളൊരു സാധ്യത ചിലപ്പോൾ രാവിലെ ഉണ്ടായിരിക്കും. അതിനായിരിക്കും നെടുമ്പാശ്ശേരിയിലേക്ക് വന്നത്. പിന്നീട് ഈ കോടതിയിൽ പിന്നീട് പോലീസ് ഈ ലുക്കൌട്ട് നോട്ടീസൊക്കെ ഇറക്കിയ സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ ആ യാത്ര ഒഴിവാക്കി അറസ്റ്റ് വരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയായിരിക്കും സിദ്ദിഖ് ഇപ്പോൾ കൊച്ചിയിൽ തുടരുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് എവിടെയാണെന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ്. എന്തായാലും നമുക്കും ഉടൻ തന്നെ ആ ഹോട്ടൽ എവിടെയാണെന്ന് അറിയാൻ സാധിക്കും. നവമി സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ്. നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടെന്ന സൂചനയുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ അവിടെ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമയം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. WCC അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഒരു ഘട്ടത്തിലും കോടതി പറഞ്ഞിട്ടില്ല. അറസ്റ്റിന് ഇന്നലെ വരെയും നിയമപരമായ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല. ഈ കേസിലെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് FIR ഇട്ടതിന് ശേഷമാണ്. ഫേസ്ബുക്ക് അക്കൗണ്ട് അതിലൊന്നാണ്. അത് തടയാൻ SITക്ക് കഴിഞ്ഞില്ല. ചോദ്യം ചെയ്യാനോ തെളിവ് സറണ്ടർ ചെയ്യാനോ പ്രതിയോട് SIT ആവശ്യപ്പെട്ടുമില്ല. കേസന്വേഷണം നീതിപൂർവമല്ല എന്ന് പറയാൻ പരാതിക്കാരിക്ക് സ്വയം അഭിഭാഷകനെ വെച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഒരാഴ്ച മുൻപ് സ്റ്റേറ്റ് പോലീസ് ചീഫിന് പരാതി നൽകി ക്രിമിനൽ കേസ് അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഗോൾഡൻ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയിട്ട് നാളെ കുറ്റപത്രം കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചോദിക്കുന്നത്. VV വിനോദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വിനോദ്, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ അന്വേഷണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവുകൾ ശേഖരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഗോൾഡൻ മണിക്കൂറുകളിൽ കണ്ടെത്തേണ്ട തെളിവുകൾ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കറിയാം, സാധാരണ ഇതുപോലുള്ള പ്രമാദമായ പല കേസുകളിലും വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഈ സുപ്രധാനമായ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതാണ്. മാത്രമല്ല ഇലക്ട്രോണിക് തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല, പ്രതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചില്ല തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഹരീഷ് വാസുദേവൻ ഉയർത്തുന്നുണ്ടല്ലോ. ഒരു പരിധിവരെ അത് വസ്തുതയല്ലേ വിനോദ്?
വിനോദ് ഞാൻ ചോദിച്ചത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1 മണിക്കൂർ മുമ്പ് ഹരീഷ് വാസുദേവൻ ഇട്ടൊരു പോസ്റ്റിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. പ്രധാനമായും ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് FIR ഇട്ടതിന് ശേഷമാണ്. ഫേസ്ബുക്ക് അക്കൗണ്ട് അതിലൊന്നാണ്. അത് തടയാൻ SITക്ക് കഴിഞ്ഞില്ല. ചോദ്യം ചെയ്യാനോ തെളിവ് സറണ്ടർ ചെയ്യാനോ പ്രതിയോട് SIT ആവശ്യപ്പെട്ടില്ല തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഹരീഷ് വാസുദേവൻ ഉന്നയിക്കുന്നത്. ഒരു പരിധിവരെയും ഈ ഹരീഷ് വാസുദേവന്റെ ഈ ആരോപണം ഒരു വസ്തുതയല്ലേ വിനോദ്? ടോം, ഈ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഇതിനപ്പുറത്തേക്ക് തന്നെ പരാതിക്കാരിയുടെ ഒരു ബൈറ്റിൽ ഇന്നത്തെ പ്രതികരണത്തിൽ തന്നെ പറഞ്ഞത് SITയിൽ നിന്ന് വിവരങ്ങൾ ചോർന്നുവെന്നാണ്. മാധ്യമങ്ങൾക്കടക്കം വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ ഇതെല്ലാം തന്നെ ചോർന്നു എന്ന നിലയ്ക്ക് തന്നെയാണ് SITയുടെ പ്രവർത്തനം സംബന്ധിച്ച് പരാതിക്കാരിക്ക് തന്നെ ഇപ്പോൾ അവർ പരാതി ഉന്നയിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് അന്വേഷണ സംഘം നൽകുന്ന വിശദീകരണം അനുസരിച്ച് അവർക്ക് രേഖകൾ കൂടുതൽ സമാഹരിക്കാനുള്ള സമയം, അത് പരമാവധി ലഭ്യമായ രേഖകൾ അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ശേഖരിച്ചു എന്ന് തന്നെയാണ്. മാത്രമല്ല 2016 നടന്ന ഒരു സംഭവമാണ്. അതിനുശേഷം പലതവണയായി ഇതേ കാര്യം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഇതൊരു FIR ആവുകയോ അങ്ങനെ ഏതെങ്കിലും സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയോ ചെയ്തിരുന്നില്ല എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. അതിനുശേഷം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചൂടുപിടിക്കുമ്പോഴാണ് ഇത്തരം വെളിപ്പെടുത്തലുകളിൽ പരാതികൾ രേഖപ്പെടുത്തിയത്, അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്റ്റേഷനിലേക്ക് എത്താമെന്ന അറിയിപ്പ് അന്വേഷണ സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്റ്റേഷനുകളിലായി കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് 18ഓളം കേസുകളാണ് ഇതിനകം ഈ തരത്തിൽ രജിസ്റ്റർ ചെയ്തത്. ഇവർക്ക് ഇനി തുടർന്ന് മൊഴി നൽകി പരാതിയുമായി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അതിലെ നിയമ നടപടി തുടരാം. അതല്ല നിസ്സഹരിക്കുന്നവരാണെങ്കിൽ അത്തരം കേസുകൾ സ്വാഭാവികമായും ഇല്ലാതാകുന്ന ഒരു നിലയുണ്ടാകും. പക്ഷേ പോക്സോ കേസടക്കമുള്ള സംഭവങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതിൽ SIT എടുക്കുന്നൊരു നിലപാട് ഉറപ്പായും പരാതിയില്ലെങ്കിലും അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ്. പല കേസുകളും അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളും മുൻപ് നടന്ന സംഭവങ്ങളാണ്. ഈ കാര്യങ്ങളിൽ തെളിവുകൾ ശേഖരിക്കുക എളുപ്പമുള്ള ഒരു സംഗതിയല്ല. പലപ്പോഴും അത്തരം വിമർശനങ്ങൾ വരുമ്പോഴും സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന നിലയില്ലാത്ത സംഭവങ്ങളും ഉണ്ടാകും. കാരണം എല്ലാ രീതിയിലും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ വേണ്ടിവരും. അത് കൃത്യമായ സമയത്ത് പരാതികൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏതൊരു കേസിനും പറയുന്ന ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന മണിക്കൂറുകളുണ്ട്. ആ സമയത്ത് ആണ് തെളിവുകൾ നഷ്ടപ്പെടാതെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് 2016 സംഭവത്തിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിലും ഒരിക്കൽ പോലും അതൊരു FIR ആയി മാറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 2024 അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ പല തെളിവുകളും നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടാകും. അവിടെയാണ് അന്വേഷണ സംഘത്തിന് വെല്ലുവിളി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവരെ വിമർശിച്ച് കളയുക എന്നത് ശരിയല്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ അങ്ങനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ശരിയല്ല. പക്ഷേ ഈ പരാതിക്കാരി ഉന്നയിച്ച ഇന്നത്തെ ഒരു കാര്യമാണ് വിവരങ്ങൾ ചോരുന്നു എന്നത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായൊക്കെ കർശന നിർദ്ദേശമുള്ളതാണ്. അതിൻ്റെ ഉള്ളടക്കമടക്കം പുറത്തു പോകാൻ പാടില്ല. ചില പേജുകൾ ഒഴിവാക്കിയാണ് നേരത്തെ തന്നെ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിൽ തന്നെ പറഞ്ഞ പേജുകൾ തന്നെ സർക്കാർ ചിലത് പുറത്തുവിട്ടിരുന്നില്ല. ആ തരത്തിൽ വളരെ രഹസ്യമായി വ്യക്തിപരമായി ആളുകളെ ബാധിക്കാത്ത തരത്തിൽ, അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കാത്ത തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടത്. ആ നിലയ്ക്കുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുള്ളപ്പോഴും ചില വിവരങ്ങൾ ചോരുന്നു എന്നത് തന്നെയാണ് പരാതിയായി വരുന്നത്. എന്നാൽ ഈ തെളിവുകൾ സംബന്ധിച്ച് തെളിവുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തി എന്നത് പൂർണ്ണമായും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം അവർ നേരിടുന്ന വെല്ലുവിളി കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. പല കേസുകളും 10 വർഷമോ അതിനു മുകളിലോ അല്ലെങ്കിൽ ഏതാണ്ട് 10 വർഷത്തിനടുത്തോ ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ എളുപ്പത്തിൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ടോം, ഡാനി ചേട്ടൻ ഉണ്ടോ? ഡാനി, ഇവിടെ വിനോദ് സൂചിപ്പിച്ച കാര്യം, പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് വിനോദ് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം മറ്റു പല കേസുകളിലും ഉണ്ടായിട്ടുള്ള തിടുക്കപ്പെട്ടുള്ള നീക്കം, അതൊക്കെ സർക്കാരിന് പിന്നീട് വലിയ തിരിച്ചടി കോടതിയിൽ നിന്നടക്കം ഉണ്ടാകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ വളരെ സാവകാശം തെളിവുകളടക്കം ശേഖരിച്ച് മൊഴികൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് ഇവിടെ അന്വേഷണ സംഘം ഈ കേസുകളൊക്കെ കൃത്യമായും
പരിശോധിച്ചത്, അന്വേഷിച്ചത് എന്നാണ് വിനോദ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ട, പ്രത്യേകിച്ചും കൊച്ചിയിലടക്കം നമ്മൾ മാധ്യമപ്രവർത്തകർ കണ്ട ചില കാര്യങ്ങൾ ഒന്ന് തുറന്നു പറയേണ്ടതല്ലേ? കാരണം ഈ പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ അതിജീവിതകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണം, അതിലേറ്റവും ഒടുവിലായി ഒരു യുവതി വന്ന് ഈ പരാതിക്കാരിയായ ആലുവ സ്വദേശിനിയായ നടിക്കെതിരെ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആക്ഷേപമുണ്ട്. അവരെ ഈ സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം, അതിൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആലുവ സ്വദേശിനിയായ നടി പറഞ്ഞത് അതിൽ പോലും ഗൂഢാലോചനയുണ്ട് എന്നാണ്. നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ഈ സംഭവത്തിൽ, ഈ കേസിലൊക്കെ ഈ അതിജീവിതകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ രീതിയിൽ അധിക്ഷേപം നടത്തുക, സ്വഭാവഹത്യ നടത്തുക, അങ്ങനെ വലിയ രീതിയിൽ വീണ്ടും വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ വേട്ടയാടപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. എന്ത് നടപടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ? സൈബർ ഇടത്തൊക്കെ ഇവരെ അധിക്ഷേപിച്ച സംഭവത്തിലൊക്കെ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ കഴിഞ്ഞോ ഡാനി? ടോം, ഇതൊരു ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. കാരണം ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ അവരെ കൂട്ടത്തോടെ ആക്രമിക്കാനായിട്ട് അതും ഒരു കൊട്ടേഷൻ രീതിയിൽ എന്ന പോലെ തന്നെ കുറേ അധികം പേർ വരിക, ഈ രീതിയിലേക്ക് പരാതികൾ ജനറേറ്റ് ചെയ്യപ്പെടുക, അത് ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റാണ് തന്നെയാണ് പലരും തന്നെ ചൂണ്ടിക്കാണിക്കുക. കാരണം കൃത്യമായി ഈ രീതിയിൽ തന്നെ ആക്രമിക്കപ്പെടുക, അവരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്ക് പരാതികൾ ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. ഇവിടെയും നമ്മൾ കണ്ടതാണ്, ഈ രീതിയിൽ പരാതി ഉണ്ടാകുന്നു. അത് പിന്നീട് ഇവർക്ക് തന്നെ ഈ ഇപ്പോൾ ആക്ഷേപിക്കപ്പെടുന്നവർ തന്നെയും അതിനെതിരെ ഈ പരാതിക്കാർ പുറത്തു വരികയും ചെയ്തു. അവർ നേരിട്ട് ഇവരുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നു. അവരെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുറത്തു പറയാൻ വെല്ലുവിളിക്കുക അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം പോകുന്നു. പക്ഷേ ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തുമ്പോൾ ഇവർ കുറച്ചുകൂടി ഇറങ്ങി വരാൻ നിർബന്ധിതരാകുന്നുണ്ട്. അങ്ങനെ ഇറക്കി കൊണ്ടുവരുമ്പോൾ കൂടുതലായും അവർ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്, അവർ കൂടുതൽ അപമാനിക്കപ്പെടുകയാണ് മറ്റു പല ഭാഗങ്ങളിലായിട്ട് വരുന്നത്. ഇത് കൃത്യമായി കരുതിക്കൂട്ടി നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ നീക്കങ്ങളെതിരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താനായിട്ട് പലപ്പോഴും ഈ അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ ഈ പോലീസിൽ പരാതിയായിട്ട് വരുമ്പോൾ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നതെല്ലാം മറ്റു ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കേസിലും വലിയ രീതിയിലുള്ളൊരു ഇടപെടൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല. ഈ പരാതിക്കാർ തന്നെയും തനിക്കെതിരെ നടത്തുന്നത് ബോധപൂർവമായ ചില നീക്കങ്ങളാണ്. ഇങ്ങനെയൊരു പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് ആ പരാതി ചെന്നൈ ആസ്ഥാനമായി നടന്നതാണ്. അത് അവിടെയാണ് ആ പരാതി കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അന്വേഷണം അടക്കം നടത്തേണ്ടതെന്ന രീതിയിലേക്ക് ചില വിലയിരുത്തലുകൾ പോയിട്ടുണ്ട്. അതെന്തായാലും വലിയ രീതിയിലേക്ക് ഇത്തരം ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറുത്തു നിൽക്കാൻ ഇരകൾക്ക് കഴിയുന്നില്ല. അവരെ ആ രീതിയിലേക്ക് പിന്തുണയ്ക്കാനായിട്ട് ഈ അന്വേഷണ സംഘത്തിനും കഴിഞ്ഞോ എന്ന കാര്യത്തിൽ സംശയങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ കേസിൽ കൃത്യമായ ഒരു ഇടപെടലെല്ലാം തന്നെ വേണ്ടതായിരുന്നു. ഒരു ഘട്ടത്തിൽ ആലുവയിലെ ആ നടി വരെ പറയേണ്ടി വന്നിരുന്നു, തനിക്ക് വലിയ രീതിയിലൊരു സംരക്ഷണം ലഭിക്കുന്നില്ല, തന്നെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ കാര്യങ്ങളും പൂർവാധികമായിട്ട് അവർ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് അവരോട് അത് ആശയവിനിമയം നടത്തിയിട്ടില്ലായിരിക്കും. എങ്കിൽ കൂടിയും അവർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്ന രീതിയിലേക്ക് പോയപ്പോഴാണ് അവർ പുറത്തു വന്ന് പറയേണ്ടി വന്നത്, ഇതെവിടെ എന്ത് നടക്കുന്നുവെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഈ അന്വേഷണ സംഘത്തിന് എല്ലായ്പ്പോഴും ഇവർക്ക് തങ്ങൾ കൂടെയുണ്ട് എന്നൊരു ബോധ്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പലപ്പോഴും സംശയമുണ്ട്. അതിൽ ഈ പരാതിയിലടക്കം കൃത്യമായിട്ട് ഇടപെടൽ നടത്താൻ, അതായത് ഇവർക്കെതിരെ ഈ മറ്റൊരു പരാതി കൊടുക്കുകയും ഒരു സെക്സ് റാക്കറ്റിൻ്റെ ഭാഗമാണ് ഇവരെന്ന് പറയാനെല്ലാം ശ്രമിക്കുമ്പോൾ അത് കൃത്യമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇപ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്ന് ഉയരുന്ന പരാതിയാണ്, എന്താണ് അവരുടെ ഇതിൻ്റെ ഒരു മോട്ടീവ് എന്താണെന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം ഇതിനിടയിലും എല്ലാം സംഭവിക്കുന്നു എന്നതാണ് പലപ്പോഴും നമ്മൾ പല കേസിലും കാണിക്കുന്നു. ഈ പരാതിക്കാരിയെ ഒറ്റതിരിഞ്ഞ് അവരെ നേരിടുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്ന് സിദ്ദിഖിനെതിരായ ഹൈക്കോടതി വിധിയിലും അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇവർക്കെതിരെ യാതൊരു രീതിയിലും അവരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്, അവരെ അപഹസിക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അവരിലും അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. തന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുവെന്ന് അത് കോടതി വളരെ ഗുരുതരമായിട്ട് തന്നെയാണ് കോടതി അത്തരം
ആ പരാമർശങ്ങൾ കണക്കിലെടുക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇനി വരുന്ന കേസുകൾ ഇപ്പോൾ മുൻകൂർ ജാമ്യം പലർക്കും അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഉപാധികളോടുകൂടി മാത്രമാണ്. അത്തരം ജാമ്യ വ്യവസ്ഥകൾ പിന്നീട് ഹൈക്കോടതിയിലേക്കെല്ലാം വരുമ്പോൾ ഇപ്പോൾ സിദ്ദിഖിന് തിരിച്ചടിയായതുപോലെ പല കാര്യങ്ങളിലും ഹൈക്കോടതിയുടെ ഇടപെടലടക്കമുണ്ടാകും. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി ഒരു ബെഞ്ച് തന്നെ രൂപീകരിക്കുന്ന ആ രീതിയിലേക്ക് ഹൈക്കോടതി വിശാലമാകുന്നു. ഇത് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് കോടതിക്ക് തന്നെ ബോധ്യം വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് നിലവിൽ ഇനി ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ ഹൈക്കോടതിയിൽ നിന്ന് പലർക്കും തിരിച്ചടി ഉണ്ടാകാനുള്ള വലിയ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ആജ്ഞ രവീന്ദ്രനും നവമി ദിനേശും തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദുമാണ് വിശദാംശങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ടാണ് എം മുകേഷ് MLAയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സിദ്ദിഖിന്റെ അറസ്റ്റ് ഏത് സമയവും ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. കൂടുതൽ ഈ കേസുകളുമായി പരാതികളുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങളുടെ അറസ്റ്റിനുള്ള സാധ്യതയുമുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.